Hi friends, welcome back to our YouTube channel Happy Life with Sree. നമ്മൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ്, നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതുമാണ് നമ്മുടെ മത്തി മുളകിട്ടത്. ഇത് നമുക്ക് വളരെ ടേസ്റ്റോടു കൂടി മത്തി മുളകിട്ടത് വളരെ പെർഫെക്റ്റായിട്ട് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ മത്തിയാണ്. അത് അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് അതിൻ്റെ ഉളുമ്പ് പോകാനായിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ചട്ടിക്കലത്തിൽ ഇതുപോലെ ഇട്ടിട്ട് തിരുമ്മി അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് മീൻ വറക്കാനും പിന്നെ കുറച്ച് മീൻ കറി വയ്ക്കാനായിട്ടാണ് എടുക്കുന്നത്. ഒരു 1/2 കിലോ മീൻ വരെ നമുക്ക് കറി വയ്ക്കാനായിട്ട് എടുക്കാം കേട്ടോ ഇതിൽ നിന്ന്. ഇനി നമ്മുടെ മീൻ കറിയിലേക്ക് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. നമ്മളിവിടെ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ചധികം തന്നെ കൊച്ചുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലിയും കൂടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കളർ ഉണ്ടാവും കേട്ടോ നമ്മുടെ മീൻ കറിക്ക്. ഞാനിവിടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് എടുത്തത്. ഇനി നമ്മൾ ഒരു മൺകലം അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ കറി എപ്പോൾ വയ്ക്കുമ്പോഴും മൺകലത്തിൽ വെച്ച് ചെയ്യാൻ കേട്ടോ, അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം. ഇനി ഒരു 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി ചതച്ചത്, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് പതുക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ച ആ പേസ്റ്റില്ലേ അതും കൂടിയും ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു. കറിവേപ്പില എന്തോരം ചേർക്കണോ അത്രയും നല്ലതാട്ടോ, നമ്മുടെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇതുപോലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച ആ വെള്ളവും കുടംപുളിയും കൂടി നമ്മൾ ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി തന്നെ യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ കറിക്ക് കുറച്ച് എരിവ് കുറവ് പോലെ തോന്നി. അപ്പം ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് കൊടുത്തു. ഇപ്പോൾ എരിവൊക്കെ ഏകദേശം പാകമായിട്ടുണ്ടാവും, കൂടുതലുണ്ടെങ്കിലുള്ളൂ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ നമ്മളിവിടെ എടുത്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് തള വരാനായിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പാകത്തിനൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മീൻകറി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോസിൻ്റെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണിക്കും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം മൂടി വെക്കണ്ട കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ചാള നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഓരോന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളെല്ലാ ചാളയും തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ആ ചാറിലേക്ക് നമ്മുടെ മീനൊന്ന് നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ, അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൺകല എപ്പോൾ അടുപ്പത്ത് വെച്ചാലും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടിയും കുറച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റോട് കൂടിയ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് സൈഡിൽ വന്നിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മുടെ മീൻ പെർഫെക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.